ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പുളിങ്ങോം റോഡ്, ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ്, ചെറുപുഴ. ചെറുപുഴ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സ്ഥാപന പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവുമായി തിരുമേനി SNDP LP സ്കൂൾ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പച്ചക്കറി കൃഷിയിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രധാന സ്കൂളായ തിരുമേനി LP സ്കൂൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. ചെറുപുഴ കൃഷിഭവന്റെ സാങ്കേതിക സാമ്പത്തിക സഹായവും മികച്ച നേട്ടം കൈവരിക്കാൻ സഹായകമായി. പാവൽ, തലോരി, വഴുതന, പച്ചമുളക്, ക്യാബേജ്, കോളിഫ്ലവർ, ഇളവൻ, മത്തൻ, ചുരങ്ങ, വെണ്ട, ഏത്തവാഴ, റെഡ് ലേഡി പപ്പായ തുടങ്ങി 16ഓളം വിളകളാണ് കൃഷി ചെയ്തത്. അതിൽ വഴുതന, വെണ്ട തുടങ്ങിയവയുടെ 4ഓളം വിള വൈവിധ്യങ്ങളാണ് കൃഷി ചെയ്യുന്നത്. വിളവെടുത്ത പച്ചക്കറികൾ സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും കഴിച്ച് ബാക്കി വരുന്നവ രക്ഷിതാക്കൾക്ക് മാർക്കറ്റ് വിലയ്ക്ക് വിൽക്കുകയുമാണ് ചെയ്യുന്നത്. ജൈവ സ്ലറി, ഹരിത കഷായം തുടങ്ങി ജൈവവളങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയ പച്ചക്കറികൾ വാങ്ങാൻ രക്ഷിതാക്കൾ മത്സരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കിൻഡൽ കണക്കിന് പച്ചക്കറികളാണ് ആഴ്ചതോറും വിളവെടുക്കുന്നതെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ സെബാസ്റ്റ്യൻ മാസ്റ്റർ പറഞ്ഞു.
9447 909592. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രൊജക്റ്റ് അധിഷ്ഠിത സ്ഥാപന പച്ചക്കറി കൃഷി ഇത്തവണ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ തിരുമേനി SNDP LP സ്കൂളിനാണ് നൽകാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പം ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായിട്ടുള്ള സിബി മാഷിൻ്റെ ആവശ്യാനുസരണമായിരുന്നു നമ്മൾ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുകയും അത് പാസ്സായി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ അവർ നല്ല രീതിയിലുള്ളൊരു പച്ചക്കറി തോട്ടം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം കുട്ടികൾക്ക് തന്നെ ഉച്ചഭക്ഷണത്തിന് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തക്കാളി, വഴുതിനി, വെണ്ട, പച്ചമുളക്, അതേപോലെ തന്നെ ഈ കക്കിരി വർഗ്ഗ വിളകൾ എല്ലാം തന്നെ ഇവിടെ തന്നെ കൃഷി ചെയ്യുകയും കുട്ടികളും അതിനെ അതോടൊപ്പം തന്നെ അധ്യാപകരും ചേർന്നിട്ടാണ് ഈ പച്ചക്കറി തോട്ടം ഇത്ര നന്നായിട്ട് ഇവിടെ പരിപാലിച്ചു പോകുന്നത്. ഇതിൽ നിന്ന് വലിയൊരു വിളവ് തന്നെ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് വളരെ സജീവമായിട്ട് പച്ചക്കറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്കൂൾ. അത് കൃഷിഭവൻ്റെ സർവീൽപ്പെട്ടതിനെ തുടർന്നിട്ട് ഈ വർഷം നമ്മൾ കൃഷി വകുപ്പ് നൽകുന്ന സ്ഥാപന പച്ചക്കറി കൃഷി 50,000 രൂപ സബ്സിഡി നൽകുന്ന സ്ഥാപന പച്ചക്കറി കൃഷി ഈ സ്കൂളിന് അനുവദിച്ചതിനെ തുടർന്ന് നമ്മൾ വിളവെടുത്തതാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. ഇതൊരു ചെറിയ വിളവെടുപ്പ് മാത്രമാണ്. ദൈനംദിനമായി ഇവിടെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വളരെ സമൃദ്ധമായി എല്ലാ വിധത്തിലുള്ള പച്ചക്കറികളും ഇവിടെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് കുട്ടികളെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ കുട്ടികളെ കൃഷി വകുപ്പ് ഇപ്പം നിർദ്ദേശിക്കുന്നത് സ്കൂളുകളിൽ ഒരു വിഷയം കൃഷിപാഠം എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെ ഉൾപ്പെടുത്തണമെന്നാണ്. യഥാർത്ഥത്തിൽ ഇതുപോലുള്ള സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. കാരണം കൃഷിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമായി. പാഠ്യഭാഗത്തിൽ കൃഷി ഇല്ലെങ്കിലും ഇവിടെ ഇവരുടെ യഥാർത്ഥ പഠന രീതിയുടെ ഭാഗമായി തന്നെ ഒരു വിഷയം കൃഷി പഠിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾ തന്നെയാണ് സജീവമായി ഈ ജലസേചന കാര്യങ്ങളും മറ്റും ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ കൃഷി രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ കാണാം. ഈ കണികാ ജലസേചനം, അതുപോലെ തന്നെ പ്രിസിഷൻ ഫാമിംഗ്, കൃത്യത കൃഷി അവലംബിക്കുന്ന നമ്മുടെ പഞ്ചായത്തിലെ ഒരു സ്കൂളാണ് ഇവിടെ കാണുന്നത്. ഇതിൽ നിന്ന് വളരെ കൃത്യമായി നമ്മുടെ വളങ്ങളും അതുപോലെ തന്നെ ജലസേചനവും നൽകിക്കൊണ്ട് കീടബാധ അകറ്റിക്കൊണ്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അതൊരു ശാസ്ത്രീയമായ ഏറ്റവും ഒടുവിലത്തെ ശാസ്ത്രീയ കൃഷി രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് അല്ലെങ്കിൽ കൃത്യത കൃഷി എന്ന് പറയുന്നത്. അതുപോലും ഈ ചെറിയ ക്ലാസ്സിൽ LP സ്കൂളിലുള്ള ഈ കുട്ടികൾ പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. കൂടുതലൊന്നും പറയാനില്ല. കാരണം ഒന്നും നമ്മൾ കൂടുതൽ എത്ര പറഞ്ഞാലും ഇത് കൂടുതലാകുന്നില്ല എന്നുള്ളതാണ്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മാവിൻ്റെ മുകളിലടക്കം ഇവിടെ ഇളവൻ കാഴ്ച നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ന് വിളവെടുത്ത ഏകദേശം കോവൽ തന്നെ ഏകദേശം 4-5 കിലോയ്ക്ക് അടുത്തുള്ള കോവൽ തന്നെ ഇന്ന് വിളവെടുക്കുന്നത്. എല്ലാ കാർഷിക വിളകളും ഇവിടെ സമൃദ്ധമായി വിളയുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ നൽകിയ ഈ സ്ഥാപന പച്ചക്കറി കൃഷി തീർത്തും അർത്ഥവത്തായി അതിൻ്റെ വളരെ സജീവമായി അത് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഈ സ്കൂളിൻ്റെ HM-ആയ സെബാസ്റ്റ്യൻ മാഷയും അതുപോലെ തന്നെ മറ്റ് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കൃഷിഭവന് വേണ്ടി അനുമോദിക്കുന്നു. പ്രിയപ്പെട്ട, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. തിരുമേനി SNDP LP സ്കൂളിൻ്റെ
പച്ചക്കറിത്തോട്ടമാണ് ഈ കാണുന്നത്. ഇവിടെ ഏതാണ്ട് 18ഓളം ഇനം വിളകളാണ് വിളഞ്ഞു നിൽക്കുന്നത്. വിളവെടുപ്പ് ഇവിടെ ഏതാണ്ട് 1.5 മാസം മുന്നേ ആരംഭിച്ചു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഇനം തന്നെ പല വെറൈറ്റിയാണ് ചെയ്യുന്നത്. വെണ്ടയാണെങ്കിൽ 4 ഇനം വെണ്ടയാണുള്ളത്. ചുവന്ന വെണ്ട, പച്ച വെണ്ട, ആനക്കൊമ്പൻ, അതുപോലെ തന്നെ സാമ്പാർ വെണ്ട, ഇങ്ങനെ 4 ഇനം വെണ്ടകൾ. വഴുതന 4 ഇനം വഴുതനകൾ, ഒന്ന് വയനാടൻ, പിന്നെ വെള്ള വഴുതന, പച്ച വഴുതന, ഒരു വയലറ്റ്, അതുപോലെ തന്നെ ഒരു ഡാർക്ക് കളറുള്ള വഴുതന, ഇങ്ങനെ പല വെറൈറ്റി. കുട്ടികളെല്ലാം സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അധ്യാപകരെല്ലാവരുടെ സഹകരണത്തോടുകൂടിയാണ് ഇതൊരു മാതൃകാ കൃഷിയായിട്ട് മുന്നോട്ട് പോകുന്നത്. രോഗ കീടബാധകളൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങളതിനെ ജൈവ കീടനാശിനികളൊക്കെ കൊണ്ട് പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ വിളവിലെ അളവ് കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ആവശ്യത്തിനും അതിലേറെ മിച്ചവുമായിട്ട് ഇവിടെ നമുക്ക് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ പച്ചക്കറി കൃഷി ചെയ്തിരുന്നു. സാറ് ഇവർ രണ്ടുപേരും ചെറുപുഴ കൃഷി ഓഫീസറും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് കൃഷി ഓഫീസറും ഇവിടെ എത്തിയിരുന്നു. അവർ ആ പച്ചക്കറി കൃഷി കണ്ടപ്പോഴേ എന്നോട് സ്ഥാപന പച്ചക്കറി കൃഷിയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷപൂർവ്വം അത് നമുക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് തന്നു. എങ്ങനെ അവരോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. സുരേഷ് സാറും മാഡവും ഇടയ്ക്കിടയ്ക്കേ ഇവിടെ വരും, എന്നിട്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. വളരെയധികം ചെറുപുഴ ഇവരുടെ ഈ കൃഷിഭവനിൽ ഇവർ ചാർജ് എടുത്തതിന് ശേഷം ചെറുപുഴ കൃഷിഭവൻ്റെ പ്രവർത്തനം തന്നെ മാറിയിരിക്കുകയാണ്. കർഷകരെല്ലാം ഒറ്റക്കെട്ടായി ഇവരുടെ പിന്നിലുണ്ട്. വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള അറിവുകൾ, അതുപോലെ കൃഷി അറിവുകളെല്ലാം റെഡി നമുക്ക് ആ കൃഷിഭവൻ്റെ ഗ്രൂപ്പിൽ കിട്ടും. അതുപോലെ തന്നെ ഇവിടെയും ഇവരുടെ സഹായം വളരെ വലുതാണ്. ഇവർക്കും ചെറുപുഴ കൃഷിഭവനോടും ഉള്ള നന്ദി ഈ അവസരത്തിൽ തിരുമേനി SNDP സ്കൂളിൻ്റെ നന്ദി അറിയിക്കുക. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ടുകളുടെയും വൈവിധ്യമാർന്ന കലവറയുമായി മലയോര മേഖലയിലേക്ക് കടന്നുവന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ജ്വല്ലറി ഔട്ട്ലെറ്റ് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പുളിങ്ങോം റോഡ്, ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ്, ചെറുപുഴ. ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയ ശേഖരം, മനോഹരമായ ആധുനിക ഡിസൈനുകൾ, ഉയർന്ന ഗുണനിലവാരം, എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. വിവാഹ പർച്ചേസുകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മാണ വിലയിൽ ലഭ്യമാണ്. സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുളിങ്ങോം റോഡ്, ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ്, ചെറുപുഴ. സ്പർശയുടെ 7ാമത്തെ ഷോറൂം കണ്ണൂർ, ചെറുപുഴയിൽ. കണ്ണൂരും ഇനി ഫിജിറ്റലാകും. സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊച്ചി, മലപ്പുറം, കാലിക്കറ്റ്, കണ്ണൂർ. ഫോൺ 8593874666. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമിത പ്രമോദ്. ഞാനിന്ന് കണ്ണൂർ ചെറുപുഴയിൽ സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ 7ാമത്തെ ഷോറൂം ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ടാണുള്ളത്. സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊച്ചി, മലപ്പുറം, കാലിക്കറ്റ്, കണ്ണൂർ.